ഞാൻ പറയാം, കൂത്തുപറമ്പ് സമരത്തിൽ ഞാനല്ലേ ഉണ്ടായി. കൂത്തുപറമ്പ് സമരത്തിൽ എന്താ ഉന്നയിച്ചത്? സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകളുടെ പ്രവേശനം ഉൾപ്പെടെ വിദ്യാഭ്യാസ കച്ചവടമാണെന്ന് നടന്നത്. അത് UDFന്റെ നയമാണ്. അന്ന് ഒരു നിയമവും അവർ കൊണ്ടുവന്നില്ല. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ള നയം എന്താ? സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകൾ, അത് മെഡിക്കൽ കോളേജായാലും എഞ്ചിനീയറിംഗ് കോളേജായാലും പ്രവേശനത്തിന് നിയമം കൊണ്ടുവന്നു. എന്താ നമ്മുടെ നയം? സാമൂഹ്യ നിയന്ത്രണത്തോടെ ആരംഭിക്കണമെന്നാണ്. എന്താ സാമൂഹ്യ നിയന്ത്രണം? മെറിറ്റ്, കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പാവപ്പെട്ടവർക്കടക്കം സാധിക്കുന്ന സൗകര്യം. മെഡിക്കൽ കോളേജിലെ NRI സീറ്റ് പോലും മെഡിക്കൽ കോളേജ് എൻട്രൻസ് പരീക്ഷ കമ്മീഷണർ നടത്തുന്ന പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ നിന്നും മാത്രമേ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകാർക്ക് വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കാൻ പറ്റൂ. അതിൻ്റെ ഫീസ് അവർക്ക് തോന്നിയ പോലെ വാങ്ങാൻ പറ്റില്ല. ആര് നിശ്ചയിക്കും? നിയമം നിശ്ചയിച്ച റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കും. ഇതാണ് സാമൂഹ്യ നിയന്ത്രണം. പരിയാരം ഉൾപ്പെടെയുള്ള അന്നത്തെ കോളേജ് ആരംഭിക്കുന്ന സമയത്ത് അത് ഉണ്ടായിരുന്നില്ല. UDFന്റെ നയം കച്ചവടം മാത്രമാണ്. LDFന്റെ നയം സാമൂഹ്യ നിയന്ത്രണമാണ്. അതിന് നിയമം കൊണ്ടുവന്നു. ആ നിയമമാണ് യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജും സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജും ഉൾപ്പെടെ തുടങ്ങാൻ ഇടയാക്കിയത്. ഇപ്പോൾ പൂർണ്ണമായ എൻട്രൻസ് പരീക്ഷ റാങ്ക് ലിസ്റ്റ് എന്നാണ് വിദ്യാർത്ഥി പ്രവേശനം. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ നയവും UDFന്റെ നയവും രണ്ടും രണ്ടാണ്. ആ ഇടതുപക്ഷ നയമാണ് ഇപ്പോൾ പുതുതായി ബജറ്റിൽ വന്നത്. വിദേശ സർവകലാശാല വന്നാലേ സാമൂഹ്യ നിയന്ത്രണം ഉണ്ടാവും. എല്ലാം പറയട്ടെ. സാമൂഹ്യ നിയന്ത്രണം വന്നപ്പോൾ നമ്മുടെ കോഴിക്കോട് സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് പറഞ്ഞിരുന്നു അന്ന് MES ആണ് അത് അംഗീകരിച്ചത്. വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വരുന്നതിനെ പറ്റി ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിലായിരുന്നു ആദ്യം MV ഗോവിന്ദൻ